രോഗവ്യാപനം നൽകിയ പ്രതിസന്ധികൾ മറികടന്ന് ഗൾഫ് രാഷ്ട്രങ്ങൾ ഇതാ ഉണരുകയാണ്. അങ്ങനെ പ്രവാസികളെ ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ അവർ ഒരുങ്ങിക്കഴിഞ്ഞു. കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകി UAEയും കുവൈറ്റും രംഗത്തെത്തിയിട്ടുണ്ട്. അവസരങ്ങൾ ഇതാണ്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദുബായിലെ എമിറേറ്റ്സ് എയർലൈൻസിലും കുവൈറ്റിലെ പെട്രോളിയം കോർപ്പറേഷനിലും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളാണ് അധികൃതർ നൽകുന്നത്. എമിറേറ്റ്സിൽ 3500-ലേറെയും കുവൈറ്റ് എണ്ണ കമ്പനി 1500-ഓളവും ജീവനക്കാരെയാണ് നിയമിക്കാൻ ഒരുങ്ങുന്നത്. കോവിഡ് കാലത്തെ പ്രതിസന്ധിയിൽ നിന്ന് സ്ഥാപനങ്ങൾ കരകയറുന്നതിന്റെ സൂചനയായാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് വിലയിരുത്തപ്പെടുന്നത്. കോവിഡ് കാലത്ത് വ്യോമയാന മേഖലയിലുണ്ടായ കടുത്ത പ്രതിസന്ധി കാരണവും നിരവധി ജീവനക്കാരെ പിരിച്ചുവിടാൻ എമിറേറ്റ്സ് എയർലൈൻ നിർബന്ധിതരായിരുന്നു. എന്നാൽ കോവിഡ് നിയന്ത്രണ വിധേയമായതോടെ UAE വ്യോമയാന രംഗം ഏറെക്കുറെ സാധാരണ നിലയിലേക്ക് മടങ്ങിയ സാഹചര്യത്തിലാണ് പുതിയ നിയമനം. അടുത്ത 6 മാസത്തിനകം 3000 ക്യാബിൻ ക്രൂ അംഗങ്ങളെയും 500 എയർപോർട്ട് സർവീസ് ജീവനക്കാരെയും നിയമിക്കാനാണ് എമിറേറ്റ്സ് എയർലൈൻസ് ഒരുങ്ങുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിമാന കമ്പനിയുടെ ദുബായ് ഹബിലേക്കാണ് നിയമനം. www.emiratesgroupcareers.com എന്ന വെബ്സൈറ്റിലൂടെ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്. കോവിഡിനു മുമ്പുള്ള എമിറേറ്റ്സിന്റെ 70% സർവീസുകൾ ഈ വർഷാവസാനത്തോടെ പുനഃസ്ഥാപിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് കൂടുതൽ ജീവനക്കാരെ എയർലൈൻസ് നിയമിക്കുന്നത്. UAE പല രാജ്യങ്ങളിലേക്കുമുള്ള യാത്രാ നിരോധനം നീക്കിയതോടെ കോവിഡ് കാലത്ത് പിരിച്ചുവിടപ്പെട്ട പൈലറ്റുമാരെയും ക്യാബിൻ ക്രൂ ജീവനക്കാരെയും എമിറേറ്റ്സ് തിരിച്ചു വിളിച്ചിരുന്നു. A380 ജംബോ ജെറ്റുകളിലെ 100ഓളം പൈലറ്റുമാരെയാണ് കഴിഞ്ഞ മാസം തിരിച്ചു വിളിച്ചത്. ബോയിംഗ് 777 വിമാനങ്ങളിലെ മുഴുവൻ ജീവനക്കാരെയും തിരികെ എത്തിയതായും അധികൃതർ അറിയിച്ചു. എക്സ്പോ 2020 പ്രമാണിച്ച് രാജ്യത്തേക്കുള്ള വിമാന സർവീസുകളുടെ എണ്ണം കൂടുമെന്ന പ്രതീക്ഷയിലാണ് UAE വ്യോമയാന രംഗം. കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷന് കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിലേക്കായി 1500ഓളം ജീവനക്കാരെയാണ് അടുത്ത ഏതാനും മാസങ്ങൾക്കകം നിയമിക്കുന്നത്. സ്വദേശികൾക്കും വിദേശികൾക്കും ഇതുവഴി തൊഴിലവസരങ്ങൾ ലഭിക്കും. കോവിഡ് പ്രതിസന്ധിയെ തുടർന്നും കുവൈറ്റ് വൽക്കരണത്തിന്റെ ഭാഗമായും പിരിച്ചുവിടപ്പെട്ട ജീവനക്കാർക്കും പകരമായാണ് പുതിയ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. കുവൈറ്റ് ഓയിൽ കമ്പനി, കുവൈറ്റ് നാഷണൽ പെട്രോളിയം കമ്പനി, കുവൈറ്റ് ഓയിൽ ടാങ്കേഴ്സ് കമ്പനി എന്നിവിടങ്ങളിലാണ് കൂടുതൽ നിയമനങ്ങൾ നടക്കുക. കമ്പനികൾ ആരംഭിക്കാൻ പോകുന്ന പുതിയ പ്രൊജക്ടുകളിലേക്കായിരിക്കും നിയമനമെന്നും അധികൃതർ അറിയിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.